ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോഴേ ഈ ഡ്യൂട്ടി ടഫാണെന്ന് കണ്ടു. ഈ സമയത്തും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, സുവിശേഷ സാക്ഷ്യം വഹിക്കാൻ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. പത്രോസ് അത് മനസ്സിലാക്കി. ഈ വചനത്തിൻ്റെ കാഠിന്യമൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരാളാണ്. ആരാണ്? പത്രോസ്. ഒരു വചനം നോർമലാണോ അതോ അത് ഇത്തിരി ഹെവിയാണോ എന്ന് പെട്ടെന്ന് സെൻസ് ചെയ്യുന്ന ആളാണ് പത്രോസ്. പത്രോസാണ് പണ്ട് പറഞ്ഞത്, ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന്. കർത്താവ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? ഒരാളെ സംഭവം ഇച്ചോടെ നോക്കുന്നത് പോലും വ്യഭിചാരമാണെന്ന് ഈശോ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ 19. അപ്പോഴും വചനം കഠിനമായി വന്നു. വചനം കഠിനമായി വന്നപ്പോൾ ഹൗ കാൻ ഇറ്റ് ബേ, എങ്ങനെയാണ് ഞാനിതിനെ കർത്താവ് ഈ സമയത്തും ഇങ്ങനെയുള്ള ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭാര്യ മച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചില്ലേ? അപ്പോൾ അവർക്ക് ഹെവി സിലബസാണ് വന്നിരിക്കണത്. ഒരു സഭ തന്നെ ഉണ്ടായി പോയില്ലേ, സഭയിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ ഭാര്യ മച്ചിയായിട്ട്. അപ്പം നിസ്സാര ഹെവി ഇഷ്യൂസാണ്. ഹെവി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പത്രോസ് ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണമല്ലേ നല്ലതെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കാര്യം പറയുമ്പോഴും വചനത്തിൻ്റെ കാഠിന്യം പത്രോസ് തിരിച്ചറിയും. ചില വചനങ്ങൾ, ഇപ്പോൾ നമ്മുടെ വിഷയം എന്താ? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതല്ലേ? അപ്പോഴല്ലേ വീണ് പോകാണ്ടിരിക്കത്തുള്ളൂ. അതല്ലേ നമ്മൾ ആദ്യം 2 Pത്രോസ് 1:10 കണ്ടത്. വിളി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അച്ഛൻ. വിളി എന്താ? തന്നോടുകൂടി ആയിരിക്കാൻ. പിന്നെ എന്താ? സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. മർക്കോസ് 3:15. പക്ഷേ തന്നോടുകൂടി ആയിരിക്കുവാൻ എപ്പോഴും കഴിയുമോ? ചില ടഫ് സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും? അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കണത്. ഹെവി സിലബസ് വരുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ എന്താണ്? മർക്കോസ് മത്തായിയുടെ സുവിശേഷം 19:25. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19:25. അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഈശോ പറയും, മനുഷ്യനെ അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. അപ്പം അസാധ്യമായ ദൈവത്തിലാണ് നമ്മളെ ശരണം. അപ്പം വിശ്വാസം പോരാ, ശരണം വേണ്ടി വരുമായിരിക്കും. ഇങ്ങനെയാണ് ഒരു ഭൗതിക എല്ലാ കൃപയ്ക്കെല്ലാം ഒരു ഭൗതിക സാഹചര്യമുണ്ടേ. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വചനം സിലബസ് കഠിനമാക്കിയല്ലോ. സിലബസ് കഠിനമാക്കിയപ്പോൾ പത്രോസ് വീണ്ടും ചോദിച്ചു, കർത്താവേ സിലബസ് കട്ടിയാണ്, ഇത് വീണ് പോകും, ഇത് പരീക്ഷത്ത് നോക്കും. പക്ഷേ പരിശുദ്ധാത്മാ പറഞ്ഞു, Peter, ask for grace of faith. പത്രോസേ, നീ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. എന്നാ സുവിശേഷമാണ്. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ 17:5 ലൂക്കായുടെ സുവിശേഷം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 വിശ്വാസം നൽകണമേ,
വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പത്രോസിന്റെ മുമ്പിൽ സിലബസ് കട്ടിയാകുകയാണ്. കർത്താവ് കട്ടിയാക്കേണ്ടതാണതേ. മത്തായിയുടെ സുവിശേഷം 19:9 മുതൽ വായിക്കാം നമുക്ക്. എന്താ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണവശാൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. 19:10 പറയുന്നു മത്തായിയുടെ സുവിശേഷം. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം. അപ്പോൾ ഈശോ 10:11 പറയുന്ന വാക്ക് 19:11 പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവനല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. അപ്പം കൃപയാണ് പ്രശ്നം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ശിഷ്യന്മാരുടെ മുമ്പിലെ ഇതുപോലെ വചനം കഠിനമാക്കും ഈശോ. ഇപ്പം കഠിന വചനങ്ങൾ നമ്മൾ കണ്ടില്ലേ? അതുപോലെ വചനം കഠിനമാക്കും. തൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും വചനം കഠിനമായി. അപ്പോൾ ഉടനെ അപ്പോസ്തലന്മാർ കണ്ടില്ലേ? 6:60 യോഹന്നാൻ്റെ സുവിശേഷം 6:60. ഉടനെ അപ്പോസ്തലന്മാർ എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞു സിലബസ് കട്ടിയാണെന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ കഠിനമാണ്, ആർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറഞ്ഞു. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. അതിന് കർത്താവ് പറഞ്ഞ മറുപടി മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ 19:11 കണ്ട മറുപടി തന്നെയാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ ഉപദേശം സ്വീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിവാഹ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ, ഇവിടെ കർത്താവുമായി പരിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുന്ന ആത്മാവിൻ്റെ ഭോജനം തൻ്റെ ശരീരമാണെന്ന് പറയുന്ന വിഷയത്തിൽ വരുമ്പോഴും 6:60 ചോദിക്കും, ഇത് സിലബസ് കഠിനമാണല്ലോ, വചനം കട്ടിയാണല്ലോ, പിന്നെ എങ്ങനെ ഇത് പാലിച്ചുകൊണ്ട് നിൻ്റെ കൂടെ ആയിരിക്കാനും വിളിക്കുത്തരം നൽകാനും കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയും 6:65 വരം വേണമെന്ന്. വരം ലഭിച്ചല്ലാതെ ആർക്കും ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 6:65 യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന 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 ആരാധന. അതിനുശേഷം കണ്ട കുറേ ആൾക്കാർ വീളിൽ വീണ് പോണ കണ്ടില്ലേ? 6:66
വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സുവിശേഷത്തിൽ വചനം കഠിനമായപ്പോൾ വീണുപോയി. എത്ര സഭകളാണ് വീണുപോയത്? വിശുദ്ധ കുർബാന ഈശോ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള വലിയ ഹെവി റിസ്ക് വന്നപ്പോഴേ കുറേ ആൾക്കാർ വിട്ടുപോയി. 666 ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. വിശുദ്ധ കുർബാനയെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒരു മിഥ്യാധാരണയാണത്. വിട്ടികളുടെ സ്വർഗത്തിലായിരിക്കും നമ്മൾ. ചിലപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ രീതി അതാണ്. നമ്മൾ ക്രിസ്തീയമായി ജീവിക്കും തോറും വിശ്വാസത്തിൻ്റെ സിലബസ് കഠിനമായി വരും. അപ്പോഴും കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? എല്ലാവരോടും എന്നെങ്കിലും ഈ ചോദ്യം കർത്താവ് ചോദിക്കും. വിശ്വാസി ആയിരിക്കുന്നവൻ എന്നെങ്കിലും മരിക്കണമെങ്കിൽ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയേണ്ടി വരും. എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പത്രോസാണ് ഇത് ഫോളോ ചെയ്തത്. എപ്പോഴും ക്ഷമയുടെ കാര്യം പറയുമ്പോഴും, വിവാഹ കാര്യം വരുമ്പോഴും, പരിശുദ്ധ കുർബാനയുടെ കാര്യം പറയുമ്പോഴും വചനം ഹെവി സിലബസാണ് കൊടുക്കുന്നത്. വചനം കഠിനമായിക്കൊണ്ട് ഇതെങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ്, കർത്താവ് പറഞ്ഞു അതിനുള്ള വരം ലഭിക്കാതെ, അതാണ് 6:65, എൻ്റെ സ്വർഗീയ പിതാവ് വരം ലഭിക്കാതെ ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. പത്രോസിന് ആ വരം കിട്ടി. വിശ്വസിക്കാൻ വരം വേണം. അതാണ് പത്രോസിന് സഭയുടെ നേതാവായിട്ട് അംഗീകരിക്കുന്ന സഭയുടെ വരമാണത്, വിശ്വാസത്തിൻ്റെ വരം. നിങ്ങൾക്കും പോകണമെന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലല്ലേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആഷ്ലി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഇത് ഞങ്ങളുടെ മകള് അനാലിയ മറിയം ബിബിൻ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ആദ്യമായിട്ട്. 2025 ജനുവരി 30 ഞങ്ങളുടെ ഉടമ്പടി വെക്കാത്ത ഇവളുടെ ജനനസമയത്ത് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയതിനെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും പുറകോട്ട് പോയി കുറച്ചുകൂടി. ആ സമയത്ത് ഏപ്രിൽ മാസത്തിലും ജൂൺ മാസത്തിലും ഓഗസ്റ്റിലും ഇവൾക്ക് ഫിക്സ് ഉണ്ടായി. ഓഗസ്റ്റിൽ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം അടുപ്പിച്ച് ഫിക്സ് ഉണ്ടാവുകയും അന്ന് ഇൻഫ്ലുവൻസ വൈറസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ഇവളുടെ പനി കുറയാതെ വന്നു. ആ സമയത്ത് മാതാവിനോട് ഞങ്ങൾ ഒത്തിരി അപേക്ഷിച്ചു. അങ്ങനെ അത് മാറുകയും അതിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാൻ നേർന്നെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. അതിനാദ്യമായി തന്നെ മാതാവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ 17 ഇവൾക്ക് 1 വയസ്സാവുകയും 19 ഒരു കുഴപ്പമില്ലാതെ കളിച്ചുകൊണ്ടിരുന്ന ഇവള് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും ഫിക്സ് ഉണ്ടായി 1 മണിക്കൂറോളം നീണ്ടു നിന്നു. അത് ഞങ്ങളുടെ സ്ഥലത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ആംബുലൻസിൽ ചെറിയൊരു ഓക്സിജൻ്റെ സപ്പോർട്ടോട് കൂടി ഇവളെ പാലായിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ എത്തി കോട്ടയത്തിന് പോകാൻ ഞങ്ങൾ ഒരുങ്ങിയത്. പക്ഷേ പാലായി എത്തിയപ്പോൾ തന്നെ ഇവളുടെ സ്ഥിതി മോശമായതോടുകൂടി പാലായിലെ ഒരു സ്വകാര്യ ആശുപത്രി ഞങ്ങൾ പ്രവേശിപ്പിച്ചു. അവിടെ 8 ഡോസ് മരുന്നാണ് ഫിക്സിനുള്ളത്. അതിൽ 4 ഡോസ് മരുന്ന് കൊടുത്തപ്പോഴാണ്, വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോട് കൊടുത്തപ്പോഴാണ് ഫിക്സ് കൺട്രോൾ ആയത്. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആകാനായിട്ട് ടോട്ടൽ ഒരു 3 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട്, ഇവളുടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ മാതാവിനെ മുറുകെ പിടിച്ചു. 20 രാവിലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ രോഗാവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. ഞങ്ങൾ അന്നേരം ആശ്വസിച്ചു. മാതാവിൻ്റെ മുൻപിൽ ഞങ്ങളുടെ പ്രാർത്ഥന എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഡോക്ടർ രാവിലെ പറഞ്ഞു MRIയും CT സ്കാനും EEGയും LP ടെസ്റ്റും എല്ലാം ചെയ്യണം ഇവൾക്കെന്ന്. അങ്ങനെ അതെല്ലാം ചെയ്തു. പക്ഷേ റിസൾട്ടെല്ലാം പോസിറ്റീവായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് 21 രാവിലെ മാറ്റാം എന്നെങ്കിൽ പറഞ്ഞെങ്കിലും രാവിലെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ന്യൂമോണിയയാണ്, ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ട്. ന്യൂമോണിയയുടെ മെഡിസിൻ കൊടുത്തു. 72 മണിക്കൂർ കഴിയാതെ ആളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാൻ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഡോക്ടർ വന്ന ആളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളത് പിന്നെ സമ്മതിച്ചു.
അങ്ങനെ പാലായിലെ ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ട് അവളെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ PIC കിടന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആയിട്ടുണ്ട്, എന്നാൽ ആളുടെ നില ക്രിട്ടിക്കലി വീക്കാണ്, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 25-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ പേരൻസും എല്ലാവരും പറഞ്ഞു ബിബിയോട് പോയി ഉടമ്പടി എടുക്കുക, ആൾ ക്രിട്ടിക്കലി വീക്കല്ലേ, പോയി ഉടമ്പടി എടുക്കുക, അച്ഛനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണുകയുണ്ടായി. അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി എടുത്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നു മുതൽ നമുക്ക് മൊത്തം പരീക്ഷണമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നതെന്ന്. അതുപോലെ തന്നെ 25-ാം തീയതി രാത്രി ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ആളെ വെന്റിലേറ്ററിലോട്ട് തന്നെ വീണ്ടും മാറ്റണം. HFNC മോഡിലോട്ട് 25-ാം തീയതി മാറ്റിയായിരുന്നു. അതിൽ ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെ വീണ്ടും 26-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് വന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലോട്ട് തന്നെ മാറ്റണം, അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വെന്റിലേറ്ററിലോട്ട് തന്നെ മാറ്റി. 27-ാം തീയതി രാവിലെ ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആളുടെ ലങ്സ് സിവിയർ ന്യൂമോണിയയും RSV വൈറസ്, ARDS, ന്യൂമോതറാക്സ്, അതുപോലെ തന്നെ ഈ ലങ്സിൽ ബബിൾസ് ഉണ്ടായിട്ട് പൊട്ടി എയർ ലീക്ക് ആകുന്ന ഒരു അസുഖമായിരുന്നു ഇവൾക്ക് മെയിനായിട്ടും. അത് കൂടി അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇതിന് പരിഹാരമായിട്ട് ഇത് ക്രിട്ടിക്കലി മുന്നോട്ട് പോകുകയാണെങ്കിൽ ECMO എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു. നിലവിലിപ്പോൾ ആവശ്യമില്ലാതെ നമുക്ക് എന്നാലും മുന്നോട്ട് അത് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ല, സമയം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരിക്കലും ചെയ്യേണ്ടി വരത്തില്ല എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും 28-ാം തീയതി ആയപ്പോൾ രാവിലെ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ പരമായിട്ട് ആരെങ്കിലും ഉണ്ട് അവരോടൊന്ന് സംസാരിക്കണം കുട്ടിയുടെ കാര്യം. അതുവരെ നമ്മുടെ മനസ്സിന് ശാന്തതയായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരോടും സംസാരിച്ചു, ആൾ ക്രിട്ടിക്കലി ഭയങ്കര വീക്കാണ്, ECMOയെ പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചി ഒക്കെയാണ് സംസാരിച്ചപ്പോൾ ചേച്ചിയൊക്കെ 29-ാം തീയതി രാവിലെ അവരെത്തി. 29-ാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ 2 മണി വരെ സമയം പറഞ്ഞു. ഞങ്ങൾ എന്നും ആശുപത്രിയിൽ നിന്ന് റിവ്യൂ കഴിയുമ്പോൾ തന്നെ പള്ളിയിലോട്ട് പോകും. പിന്നെ 7 മണിയാകുമ്പോൾ 6 മണിയുടെ കുർബാനയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയുള്ളായിരുന്നു. അതുപോലെ തന്നെ അന്ന് രാവിലെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും മനുഷ്യരെയും കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല, ദൈവമേ നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റുള്ളൂ, അത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പള്ളി ചെന്നപ്പോഴത്തേനും പേരൻസും എല്ലാവരും കൂടി ഞങ്ങളോട് പറയാൻ തുടങ്ങി, ചേച്ചിയും ചേട്ടനും എല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്ത് വന്നാലും അത് ഉൾക്കൊള്ളണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. 23/9 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് ഈ ധ്യാനം കൂടുന്ന എല്ലാവർക്കും 10 വർഷം പറയാനുള്ള ഒരു അനുഗ്രഹമായിരിക്കും മാതാവ് തരുന്നതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ് അവിടെ ഒന്ന് ഉറക്കെ കരഞ്ഞു. അന്നേരത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് പതിവില്ലാതെ എൻ്റെ ഫോണിലോട്ടൊരു കോള് വന്നു. ECMO ചെയ്യുന്നതിന് മുന്നായിട്ട് ആളുടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിനൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേനും ഞങ്ങളുടെ മൊത്തം ഇതും മാറി, ആളുടെ കളറൊക്കെ ചേഞ്ചായി. കിടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു ജീവനില്ലാത്ത ഒരാളെങ്ങനെ കിടക്കുന്നത് അതുപോലെയായിരുന്നു കുഞ്ഞ് കിടക്കുന്നത്. അത് കണ്ടിട്ട് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞിട്ട് പറഞ്ഞു കൃപാസനത്തിൽ ജീവനോടെ സമയാടികാരം നെഞ്ചിലേറ്റി മാതാവിടെ ഇരുന്നാൽ പോരാ, ഞങ്ങളുടെ കൊച്ചിൻ്റെ അടുത്ത് വരണം, ഇനി ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരിടത്തോട്ടും പോകത്തില്ല, ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം തരാതെ എന്ന് പറഞ്ഞ് കരഞ്ഞു അവിടെ ഇരുന്ന്. ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരോട് ഞാൻ പറഞ്ഞു ആളുടെ കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് പോയി നോക്കിയിട്ട് പറയാവോ, അവൾക്ക് ജീവനുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു കരഞ്ഞു. അന്നേരത്തേന് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു ഇന്ന് കുഞ്ഞിന് വേണ്ടിയുള്ള ബലിയാ പള്ളി നടക്കുന്നത്, നീ പോയി കൂട്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെന്നെ നിർബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിട്ടു. ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന മുഴുവൻ കരഞ്ഞുകൂടി. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു ജീവനുള്ള മനുഷ്യദൈവത്തെ ആരാധിക്കുന്ന ഒത്തിരി ആളുകൾ സന്തോഷത്തോടെ ഈ ജീവിക്കുന്ന ഈ മണ്ണിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച കാണപ്പെടാത്ത ഞങ്ങളുടെ സത്യദൈവത്തെ വിശ്വസിക്കുന്ന ഞങ്ങൾക്കൊരു മറുപടി തരാൻ നിനക്ക് പറ്റുന്നില്ല എന്ന് ചോദിച്ചു. അതും പറഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു എന്നെ പോറ്റമ്മയായിട്ട് കണ്ടാൽ മതി, പെറ്റമ്മയായി നിനക്കല്ലേ ഇത് വേദന കൂടുതൽ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു 6:30 ആയപ്പോഴത്തേനും മനസ്സിലിരുന്നിങ്ങനെ പറയുക കുട്ടീനെ പോയി നോക്കുന്ന. അങ്ങനെ അവർ ചെന്ന് കൊച്ചിനെ നോക്കുമ്പോഴത്തേനും ശിരസ് തുടങ്ങി കാല് വരെ അവളൊന്ന് പെട്ടെന്ന് അനങ്ങുകയും അന്നേരത്തേനും
ആളുടെ സാച്ചുറേഷൻ ലെവൽ കൂടുകയും ചെയ്തു. അദ്ദേഹത്തിന് വെന്റിലേറ്ററിൻ്റെ കൂടിയ സപ്പോർട്ട് 100 സാച്ചുറേഷൻ 100 വെച്ചിട്ടും അവൾക്ക് ഓക്സിജൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 80 താഴെ പോവുമായിരുന്നു. അതുകൊണ്ട് നൈട്രിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂറായിട്ട്. അത് നിലവിൽ മാറ്റി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്നും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ രഹസ്യമായിട്ടായിരുന്നു അത് ചെയ്ത്, ആരെയും കാണാതെ ഒളിച്ചും ഭാഗത്തും കൊണ്ടുപോയി ചെയ്യുമായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി വചനം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് നന്ദി പറയാനായിട്ട്, ഇത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ നന്ദി പറയാനായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല ചൊല്ലിയപ്പോൾ നല്ല സുഗന്ധാഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് മുഴുവൻ നേരം കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേനും മാതാവിൻ്റെ അത് കഴിഞ്ഞപ്പം അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്നത് കാർഡിയാക് അറസ്റ്റ് രാത്രി വന്നിട്ട് എക്മോ ചെയ്തൊരു കൊച്ചിൻ്റെ സാക്ഷ്യമായിരുന്നു. ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, സങ്കീർത്തനം 91 കുട്ടിയുടെ അടുത്ത് പോയി എന്നും ചെല്ലണം, അവരങ്ങനെ ചെയ്യുമായിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ പോയ വഴിക്ക് ഒരു സാക്ഷ്യം കേട്ടു, വിശ്വാസ പ്രഖ്യാപനം നടത്തണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാവരും കാണുക ചെയ്യാൻ തുടങ്ങി. ബൈബിളും തൈലവും ഉപ്പും എല്ലാം ഞാൻ കൈ പിടിച്ചോണ്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ കയറുന്നത്. എല്ലാവരും കാണുക അത് അവൾക്ക് കൊടുക്കുകയും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് അവളുടെ മാറ്റം ഭയങ്കര പെട്ടെന്നായിരുന്നു, അവളുടെ ചേഞ്ചസ് വീഴുക. അങ്ങനെ പിന്നെ ഒരാഴ്ചയാണ് പിന്നെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും 14-ാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങളെ കൊച്ചിനെ വാർഡിലോട്ട് മാറ്റി. അവിടെ ഒരാഴ്ച കിടക്കണം എന്ന് പറഞ്ഞെങ്കിലും 18-ാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്ചാർജായി. കൊച്ചിനെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നേക്കാമെന്ന് മാതാവിൻ്റെ നേർന്നിട്ടുണ്ടായിരുന്നു. 19-ാം തീയതി ഞങ്ങളിവിടെ വന്ന് ജപമാല ചൊല്ലി ഞങ്ങൾ ഈ ആൾക്കാരുടെ മുന്നിൽ അവളെ കിടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിങ്ങനെ അവളെ പഴയ സ്ഥിതിയിലോട്ട് മാറ്റി കിട്ടുന്നത് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ 2 ചേച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ബാഗിൽ നിന്ന് അവൾ തൈലം എടുത്ത് അവളുടെ കാലിലും കയ്യിലും ശിരസിലും മൊത്തം തൈലം വെച്ച് കുരിശ് വരച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് ഞാൻ അന്നേരം ഓർത്തു. അപ്പോഴത്തേക്കും ചേച്ചിമാർ എണീറ്റ് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് മാതാവ് ഭൂമി ജീവിക്കാൻ വിട്ട മാലാകുഞ്ഞാണ് ഇവളെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ അവൾ പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ഓടി നടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ചേച്ചിമാർ ഒരു റോസപ്പൂ തന്നു, ഇവിടെ നിന്ന് ജപമാല ചെല്ലിപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതുമായിട്ട് വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൾക്ക് 23-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി, ആ കിട്ടിയ റോസാപ്പൂവിൻ്റെ ഒരു ഇതളെടുത്തിട്ട് വെള്ളത്തിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ വചനം പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 24-ാം തീയതി അതുപോലെ തന്നെ ചെയ്തു. 25-ാം തീയതി ആയപ്പോഴത്തേനും ജപമാല റാലിക്ക് ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, തിരിച്ചു വരുന്ന സമയത്ത് ജപമാല റാലി പങ്കെടുത്തിട്ട് വരുമ്പോൾ അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തോന്നി, ഒരു 2 മണിയൊക്കെയായപ്പോൾ തോന്നി, വചനം ചൊല്ലി പ്രാർത്ഥിച്ച് അവൾക്ക് അതിൻ്റെ റോസാപ്പൂ ഇട്ടൊരു നീര് പിഴിഞ്ഞിച്ചിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് അതുപോലെ ചെയ്തു. 2 മണിയായപ്പോഴത്തേനും മനസ്സിൽ വന്ന ഒരു ഊമനെ സുഖപ്പെടുത്തുന്ന വചനമായിരുന്നു. ഞാൻ ലൂക്കായുടെ സുവിശേഷം ഫുള്ള് തപ്പി, പക്ഷെ കിട്ടിയില്ല. 2:30 ആയപ്പോഴത്തേനും മനസ്സിൽ തോന്നി മത്തായിയുടെ സുവിശേഷം തപ്പാന്ന്. 2:30 ആയപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതുണ്ടായിരുന്നു. ആ വചനവും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വചനവും ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 25-ാം തീയതി രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതിന് അപ്പ അമ്മ എന്നിങ്ങനെ സംസാരിക്കുന്നു ഭയങ്കരമായിട്ടും. അങ്ങനെ സംസാരത്തിൻ്റെ അത് അവൾക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ 26-ാം തീയതി രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും അവൾ പതുക്കെ മുട്ട നീന്താൻ തുടങ്ങി, പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങി. 27-ാം തീയതി റിവ്യൂ ആയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, പഴയ പോലെ എല്ലാം ഓക്കെ ആയി, മാതാവിൻ്റെ മുന്നേ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. 27-ാം തീയതി റിവ്യൂവിന് പോകുന്നതിന് മുന്നേ അതെല്ലാം സാധിച്ചു. 26-ാം തീയതി വൈകിട്ട് അവൾക്ക് ചെറുതായിട്ടൊരു കഫക്കെട്ട് പോലെ തൊണ്ടയിൽ വന്നു. അപ്പം ഹസ്ബൻഡ് ചോദിച്ചു, പെട്ടെന്ന് തന്നെ പറ്റി അവൾക്ക് ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് സൗഖ്യം തന്ന് അറിയിക്കാനായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഒരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കുരിശ് വരച്ചു. രാവിലെ ഉണർന്ന് എഴുന്നേറ്റപ്പോഴത്തേനും അതൊന്നും അവൾക്കില്ല, ഒരു കുറുകുറുപ്പും ഇല്ല. ഡോക്ടറെ കണ്ടു, അവൾ നല്ല ഓക്കെ ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായി. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 2ാം ജന്മമാണിത്. മനുഷ്യരാലും പണത്താലും ഒന്നും നമുക്ക് നേടാൻ പറ്റാത്ത കാര്യമാണ് അമ്മ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നത്. സമയത്തിൻ്റെ ഘടികാരം നെഞ്ചിലേറ്റിയ മാതാവിനെ വിളിക്കുന്ന ആർക്കും ഒരു കുറവുകളും ഇവിടെ നിന്ന് വരികയില്ല എന്നുള്ളതിന് തെളിവാണിത്. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു കരുണ ലഭിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ സങ്കടത്തിന് സമയത്ത് പോലും എത്ര വിഷമിച്ചിരുന്നാലും അവിടെ കാണുന്ന ഒരു അമ്മേനെ സംരക്ഷിക്കാൻ, അവരോട് സംസാരിച്ച് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നു. പണപരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും സഹായിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നല്ല മാറ്റം വന്നു. കുടുംബ പ്രാർത്ഥന ഇപ്പോൾ എല്ലാം ഞങ്ങൾ ചെല്ലും, ഒരു ദിവസം പോലും മുടക്കിയല്ല. കൊച്ചിനെയും കൂട്ടും, അത് കഴിഞ്ഞ് അവളെയും കടത്തുള്ളൂ.
പിന്നെ എല്ലാ തരത്തിലും വിശുദ്ധ വസ്തുക്കളാണ് കൂടുതൽ ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ചെയ്തോ അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ കുഞ്ഞിന് മാറ്റം ഉണ്ടായി തുടങ്ങിയത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളെ ഒരു മനസ്സിനെ പിടിച്ചു നിർത്തിയ വചനം 2 കോറിന്തോസ് 12:9 നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ആ വചനമാണ് ഞങ്ങളെ കൂടുതലും പിടിച്ചു നിർത്തിയത്. എൻ്റെ പേര് ബിബിൻ. ആൾ പറഞ്ഞു കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ദേവമാതാവിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. അവൾ 21 ദിവസം വെന്റിലേറ്ററിരുന്നു. ഹോപ്പ് പോലും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഏതായാലും ദേവമാതാവിൻ്റെ കൃപയാൽ എനിക്കൊത്തിരി വിശ്വാസമായി. അതുകൊണ്ട് ഒത്തിരി തന്നെ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും അത്രയും അങ്ങനെ ഒരു കട്ടിയായിട്ട് അത്ര ഗാഢമായിട്ടുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഏതായാലും വിശ്വാസമായി. ദേവമാതാവിന് നന്ദി. സന്നിധിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് ദൈവകുമാരനും ദേവമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടെൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ പനങ്ങാട് നിന്നാണ് വരുന്നത്. ഞാൻ 2023 ജൂലൈ 6-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് 14 വർഷമായിട്ട് വീടില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു. ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനതിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശ് രൂപം തന്നു. ഞാനത് എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു. ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടതിന് ശേഷം 2ാമത്തെ ദിവസം എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു. നിങ്ങളുടെ ആധാരവും മറ്റു രേഖകളുമായി പഞ്ചായത്തിൽ ഉടനെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ലൈഫിൽ വീട് പാസ്സായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ പണി തുടങ്ങണമെന്ന്. ഈ ഒരു അനുഗ്രഹത്തിന് ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഞങ്ങളുടെ ഒപ്പമുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിന് മാതാവും എൻ്റെ തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് ഞാൻ നന്ദി പറയുന്നു. 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിന്ന് ഒരു വാട്ടർ ടാങ്കിൽ വീണായിരുന്നു. ഞങ്ങളുടെ മോട്ടോർ കംപ്ലൈൻ്റാണ്. അപ്പോൾ വാട്ടർ ടാങ്കിൽ അത് ശരിയാക്കാൻ പോയപ്പോൾ അതിൻ്റെ മുകളിലെ മൂടിയിലൊന്ന് ചവിട്ടിയപ്പോൾ അത് തെന്നിപ്പോയി. ഞാൻ അതിൽ വീണു. അപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓർക്കണേണ്, എൻ്റെ കൊച്ചിന് ആരും ഉണ്ടാവില്ല, ഞാൻ ഇവരൊക്കെ നിന്ന് മരിച്ചു പോകും, ആരും ഉണ്ടാവില്ല രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിന് എൻ്റെ കാശുരൂപം ഞാൻ ധരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ വെള്ളത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇതിൽ നിന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ അപ്പോൾ ജോസഫ് അച്ഛനെ കാണുകയാണ്. ജോസഫ് അച്ഛൻ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉടമ്പടി സാക്ഷ്യം ഇങ്ങനെ വിവരിക്കണേണ്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മാതാവിനെ കണ്ടു. അപ്പോൾ എനിക്ക് വെള്ളത്തിൽ കിടന്നിട്ട് താഴെ നിൽക്കാനും പറ്റണില്ല, മുകളിലോട്ട് പോകാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ മാതാവിനെ കണ്ടതിന് ശേഷം ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയില്ല. ഞാൻ ഉയർന്നു വന്നു. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ എന്നെ വലിച്ചു കയറ്റി. അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും മാതാവ് കരകയറ്റി. അതിന് ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ പോവുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി നൽകുകയും ചെയ്യും. പിന്നെ രോഗികളായ ആൾക്കാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ നൽകുന്നത്. കൃപാസനം പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. അത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നൽകി. പ്രായമായ ആൾക്കാർക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വെച്ച് കൊടുക്കാറുണ്ട്, സാക്ഷ്യം കേൾപ്പിക്കാറുണ്ട്. ഉടമ്പടി അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എനിക്ക് പ്രാർത്ഥനയിലെന്നും അങ്ങനെ കുടുംബ പ്രാർത്ഥനയെന്നും ഞാൻ സ്ഥിരമായി ചൊല്ലാറില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, കുമ്പസാരം കൃത്യമായി ഞാൻ കുമ്പസാരിക്കാറുണ്ട്. അതിനെല്ലാം ഞാൻ ദൈവമാതാവിന് നന്ദി പറയുന്നു.